ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി പാൽക്കഞ്ഞിയും ചെറുപയർ തോരൻ ഉണ്ടാക്കിയാലോ. പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ കുത്തരി, കഞ്ഞീൻ്റെ അരി എന്നൊക്കെ പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ അരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സാധാ ചോറിൻ്റെ റൈസ് വെച്ചിട്ടും ചെയ്യാം. അപ്പം അരി നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കഞ്ഞി ഞാൻ കുക്കറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കേ വേണ്ടൂ. എന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കണം. അതിന് ഞാൻ ഒരു അരക്കപ്പ് ചെറുപയർ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പകുതി വേവാകുമ്പോൾ എടുക്കണം. അപ്പോൾ ഞാനൊരു 3 വിസിൽ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിനനുസരിച്ച് വേവ് നോക്കണം കേട്ടോ. ചെറുപയർ വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ജീരകമാണ് വേണ്ടത്. പിന്നെ 2 പച്ചമുളക്, അത് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 അല്ലി വെളുത്തുള്ളിയാണ്. അതാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കഷ്ണം വലിയുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറുപയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയിൽ ഉപ്പിടാൻ മറക്കല്ലേ. കഴിച്ചു നോക്കൂ. അയലേട്ടന് ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പോൾ ഇന്നലെ കഞ്ഞി വെച്ച് തന്നില്ല ഞാൻ. അപ്പോൾ ഇന്നലെ ഞാൻ കഞ്ഞി വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചു. ഇതിൽ ചമ്മന്തി ഒക്കെ കുറവുണ്ട് കേട്ടോ. ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാം. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഉണ്ടാക്കുന്ന എല്ലാം കൂടി ഇരക്കിട്ടായി. എല്ലാം കഞ്ഞിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ പണ്ടൊക്കെ ചുട്ട പപ്പടം കഞ്ഞി കുടിക്കൂലേ, നല്ല ടേസ്റ്റ്. അജി ഡ്രസ്സൊന്നും ഇടാണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പപ്പടാണ് മെയിൻ. ഇത് കഴിച്ചോ കാജി? ഇഷ്ടമില്ല അതൊന്നും. പിന്നെ അങ്ങനെ കഞ്ഞിമയമാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിക്കാം. നാട്ടിലാകുമ്പോൾ നമ്മളെ മറ്റേ പ്ലാവിലില്ലേ, അതിന് നല്ലൊരു ടേസ്റ്റ് കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ. ബൈ പറഞ്ഞേട്ടി. അപ്പോൾ ശരി, ബൈ.